and welcome to A&M Express presented by Time Express Cargo. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ആഴ്ച തെറ്റിക്കാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞോളൂ മുരുകേഷ്. ഇന്നത്തെ പ്രത്യേകിച്ച് തുടക്കത്തില് ഞാൻ ആതിര എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, അത് പറഞ്ഞില്ല. എന്തുപറ്റി, മറന്നുപോയാ? അത് മറന്നുപോയി. ഞാൻ ആതിര, ഇത് മുരുകേഷ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ പ്ലേ ഔട്ട് നമ്മളിവിടെ ദുബായിൽ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. വീണ്ടും അതുകൂടെ പറയേണ്ട കാര്യം ഒന്ന് പറഞ്ഞേ അറിയിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പറയേണ്ട കാര്യമില്ല. അതെന്തുകൊണ്ട് എക്സ്റ്റേണലി പറയാൻ പാടില്ല അല്ലേ? അപ്പൊ എന്തായാലും UBL വളർച്ചയുടെ ഒരു വലിയ പടവ് ഇന്ന് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വെച്ചടി കയറ്റമായിരിക്കും. ഇന്നെന്താ ഒരു മന്ദത? നമ്മളങ്ങനെയല്ല, ജോലി അധ്വാനിക്കുന്ന ജനവിഭാഗമാണ്. ബാക്കിയുള്ള നമ്മളാരും ജോലി ചെയ്യാത്തവരാ. നിങ്ങൾ കള്ളി അവിടെ പോയിരിക്കും, ചുമ്മാ ജോലി ചെയ്യത്തില്ല. എന്ത് കള്ളി? അതൊക്കെ ഒരിക്കലേ പറയും. കേട്ടിട്ടില്ല. മഞ്ഞ പല്ലുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാം? ഇന്ന് വ്യാഴാഴ്ച, അതുകൊണ്ട് നാളെ വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഇന്ന് ഞാൻ ആക്ച്വലി വാർത്തയിൽ മൊത്തം രാവിലെ തൊട്ട് എൻ്റെ അമ്മ വാർത്ത വെച്ചുകൊണ്ടിരിക്കുകയാണ്, അർജുനെ കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി. പാവം എല്ലാവരും ആക്ച്വലി ആ പയ്യന്റെ എന്താ പറയുന്ന വൈഫിന്റെ വീഡിയോയും പയ്യന്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ കഷ്ടം തോന്നുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല അല്ലേ? വിഷമം എന്തെന്നാല് നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റേ മാഴ്സിൽ പോകുന്നു, നമ്മൾ ചന്ദ്രനിൽ പോകുന്നു, നമ്മൾ അങ്ങനെ നമ്മൾ ആശയവിനിമയം നടത്തുന്നു. നമ്മളെ ഇടയിൽ തന്നെ അന്യഗ്രഹ ജീവികളുണ്ട് എന്നുള്ളത് അതിലേക്ക് വിശ്വാസമുണ്ട്. അതില്ലാതില്ല, കാണുമായിരിക്കും ചിലപ്പോൾ, ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ അതിൽ പെടുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു നോർമൽ സംഭവം, അല്ലെങ്കിൽ ഇവർ പകച്ചു പോവുകയാണ് ഇങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത രീതി. ഇപ്പൊ കേരളത്തില് ഫ്ലഡ് വന്നപ്പോഴും എന്താണ് മത്സ്യബന്ധന തൊഴിലാളികൾ ഇറങ്ങിയിട്ടാണ് കുറെ ആൾക്കാരെ രക്ഷപ്പെടുത്തിയത്. അവിടെയും നമ്മുടെ ഫയർഫോഴ്സ് ഒക്കെ പകച്ചു നിന്നു, പിന്നെ പട്ടാളം വരേണ്ടി വന്നു. അപ്പൊ അതല്ല, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങളും ഒക്കെയാണ് വേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ടെക്നോളജി കാരണം ഡ്രോൺ ഒക്കെ ഇറക്കി, പക്ഷെ എന്നിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ലാസ്റ്റ് കണ്ടുപിടിച്ചു, അവിടെ എന്തോ അതിന്റെ അവശിഷ്ടമൊക്കെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയണ്ട. സത്യമാണോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ, കാരണം മീഡിയക്കാരെ അവരങ്ങോട്ട് അടുപ്പിക്കുന്നില്ലെന്ന് കേട്ടു. സത്യം, മീഡിയക്കാരെ പിന്നെ എന്താണ് കറുപ്പ് കണ്ടാൽ കാക്ക പറന്നു എന്ന് പറയും. അങ്ങനത്തെ ടീമുകൾ അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ റൂട്ട് മാപ്പ്, പിന്നെ ഇറങ്ങിയ ഡ്രോണ് പറത്തുന്നതിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തരുന്ന മനോരമ അന്വേഷിച്ചു പോകും അല്ലേ? ഡ്രോൺ പറത്തുന്നതിന് ഇഷ്ടം പുട്ടും കടലയും, അങ്ങനെയായിരിക്കും നാളത്തെ വാർത്ത. അങ്ങനെയൊക്കെ കലാപരിപാടികൾ സൈഡിൽ നടക്കണ്ടേ? എന്തായാലും നമുക്ക് അധികം ഒന്നുമില്ല. ഒരു 100 അടിക്കുള്ളിൽ എന്നാണ് പറയുന്നത്, 40 അടിയോ അങ്ങനെ 100 അടി എത്രയോ അടിക്കുള്ളിൽ പുതഞ്ഞിരിപ്പുണ്ട് ഈ ലോറി. ഏറ്റവും വലിയൊരു പക്ഷെ പുഴയിൽ പോയി എന്നൊക്കെ ദൃക്സാക്ഷി കണ്ടു എന്നൊക്കെ ഇടയ്ക്ക് കേട്ടു. അതും സത്യമാണോ എന്ന് അറിഞ്ഞുകൂടാ. അല്ല, ആ ദൃക്സാക്ഷി കണ്ടപ്പോഴേ എനിക്ക് തോന്നി പുള്ളി എന്തോ കണ്ടു. അല്ല, അങ്ങനെ പറയണ്ട്. പക്ഷെ എന്നിട്ട് ആ തടിയുടെ ഇതൊക്കെ ഏതൊക്കെയോ പുഴയുടെ വക്കിൽ നിന്ന് കിട്ടി എന്നൊക്കെ പറയുന്നത്. GPS ഓണായിരുന്നു, ഫോൺ ഓണായിരുന്നു. ഇത്രയും സാങ്കേതിക തികവുള്ള രാജ്യം എന്നാണ് നമ്മളെ പറയുന്നത്. അതെ, എന്നിട്ട് പോലും ആ ഫോൺ ഓണായിരുന്നിട്ട് കൂടി ശരിയാ GPS ഇട്ടിട്ടായിരിക്കുമല്ലേ പയ്യൻ പോയത്. അതെ, ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന ഒരു വല്ലാത്ത സംഭവമായിട്ട് സത്യം പറഞ്ഞ പേടിയാണ്. കാരണം നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ ഈ സിസ്റ്റത്തിലേക്ക്, ഈ സിസ്റ്റത്തിലൊരു വിശ്വാസമുണ്ട്. അപ്പം സാധാരണ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇത്രയും നാളായിട്ട് എന്താണ് ശരി, ഒരു വിവരവും ഇല്ല, ഫോണ് എല്ലാം ഓഫ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ കള്ളൻ വരെ കണ്ടുപിടിക്കാനായിട്ട് GPS വെച്ച് അവന്റെ ഫോൺ പിടിച്ച് കള്ളനെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഇല്ലേ വാസ്തവമുണ്ട് എന്നുള്ളത് നമ്മളാരും കണ്ടിട്ടില്ല, നമ്മുടെ സിനിമകളിലല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സംഭവമാണ് ഈ അർജുൻ്റേത്. അർജുനെയും കുട്ടിയെ വൈഫിനെയും കുട്ടിയെ കാണുമ്പോൾ അല്ലെ ഏതൊരു മലയാളിക്കുള്ളൊരു വിങ്ങലാണ്. അതെ, എന്തായാലും ജീവനോടെ ഉണ്ടാവട്ടെ. അല്ലെ ഇടയ്ക്കൊരു വാർത്ത ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവട്ടെ, എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിൽ എന്താണ് ആശയ്ക്ക് പകർന്ന വാർത്ത കേട്ടതെന്നാൽ അർജുൻ ഒരു പക്ഷേ ലോറി ഒതുക്കിയിട്ട് ചായ കുടിക്കാനോ മറ്റോ പോയപ്പോഴായിരിക്കാം ഈ മണ്ണിടിച്ചിലുണ്ടായത്. പ്രോബബ്ലി, അല്ലെങ്കിൽ അത് ആ സമയത്ത് ഏതെങ്കിലും ഒരു ഉണ്ടാവുമല്ലോ രക്ഷപ്പെടാൻ, എന്തെങ്കിലും ഒരു ഉള്ളതാണ് പലരുടെയും. അങ്ങനെയൊക്കെ കുറെ അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ എന്തായാലും നമ്മളെ വിളിക്കാൻ മടിക്കണ്ട. 0423822491 വിളിക്കുക, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അപ്പൊ നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ട് കളിക്കാൻ, സമ്മാനങ്ങളുണ്ട് തരാൻ. സമ്മാനങ്ങൾ വളരെയധികം ഉണ്ട്. വിളിക്കുക, പിന്നെ നിങ്ങളെ വിശേഷങ്ങൾ പറയാ. ഈ വീക്കെൻഡ് എന്താണ്? ഇല്ലെങ്കിൽ ഇങ്ങനെ മുരുകേഷ് കത്തിവെച്ചുകൊണ്ടിരിക്കും അല്ലേ? എന്താ മുരുകേഷ് കത്തിവെച്ചുകൊണ്ടിരിക്കും ഒന്നും പറയാനില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കും. അതെ, ഇന്ന്
അപ്പൊ ഏതൊക്കെ സിനിമകൾ ഇറങ്ങി ഈ ആഴ്ച? ഈ ആഴ്ച ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമ നാളെ റിലീസാണ്. ആസിഫ് അലി, അമല പോൾ എന്നിവർ അഭിനയിച്ചിരിക്കുന്നത്. ഷറഫുദ്ദീനും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്ന സിനിമയിൽ. ഷറഫുദ്ദീൻ, ആസിഫ് അലി, അമല പോൾ എന്നിവർ 3 പേരാണ് ഇവർ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അത് നാളെ ഇവിടെ UAE-ലും ഒക്കെ റിലീസ് ആവുകയാണ്. അപ്പോൾ അതാണ് ഒരു പുതിയ സിനിമ. കഴിഞ്ഞ ആഴ്ച 1-2 സിനിമകൾ ഇറങ്ങി, പക്ഷെ അതിൻ്റെ ഒന്നും വലിയൊരു അഡ്രസ് ഉണ്ടായില്ല. അങ്ങനെ ആരും പറഞ്ഞതിനെ കുറിച്ചൊന്നും കേട്ടില്ല, വലിയ വിശേഷം ഉണ്ടായില്ല. അതാരാണ്? അങ്ങനെ ഒരു പടം ഉണ്ടായോ? ധനുഷ് സംവിധാനം ചെയ്ത റയാൻ. അങ്ങനെയാണോ പേര്? രാജൻ എന്ന് പറയുന്നത് അല്ല, റയാൻ. അയ്യോ, നമ്മള് രായമാമന്റെ വീട്ടിൽ പോകണമെന്ന് പറയില്ല, അതുപോലെ രായൻ. എങ്ങനെയുണ്ട് ആ സിനിമയെ കുറിച്ച്? ആക്ച്വലി ഞാൻ ഒന്നും കേട്ടില്ല, റിവ്യൂ ഒന്നും കേട്ടില്ല. റയാൻ എന്ന് അതങ്ങ് ഇംഗ്ലീഷ് ആക്കി. റയാൻ അല്ലയോ? ഞാൻ അങ്ങനെയാ വായിച്ചത്. അല്ല, റയാൻ പറയും. അയ്യോ, നമ്മൾ മറ്റേ കടയിൽ പോയി രായമക്കന്റെ കടയിൽ, അത് ഓക്കെ. പക്ഷെ ഈ സിനിമയുടെ പേര് രായനല്ല. ആ രായൻ ആണോ? പിന്നെ പാട്ടൊക്കെ കേട്ടിട്ട് ചിരിച്ചിട്ട് ഊപ്പാട് വന്നു. നമ്മുടെ നാട്ടിലുള്ള പല രായന്മാരെയും ഞാൻ ഓർത്തു. ധനുഷിരുന്നിരുന്നെടുത്ത സംവിധാനം ചെയ്ത പടത്തിന്റെ പേരുള്ള. ഇനി അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോൾ റെഡി ആണെന്ന് പറയുന്നു. ആരാ നോക്കാം. ഹലോ 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 ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. ആരാണത് സംസാരിക്കുന്നത്? എന്റെ പേര് വിവേക് എന്നാണ്. ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നത്. വിവേക് എന്ത് ചെയ്യുന്നു? വിവേക് ഞാനൊരു എഞ്ചിനീയർ ആണ്. ഞാൻ ദുബായ് എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഓ നൈസ്. വിവേകിന് മുരുകേഷിനെ അറിയാവുന്ന. മുരുകേഷും എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയിലാണ്. ഇല്ല, പണ്ട് എയർപോർട്ടിലായിരുന്നു. വിവേകേ, പറഞ്ഞോളൂ. വളരെ സുപരിചിതമായ ഒരു ശബ്ദമാണ്. ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഇപ്പൊ ചൊപ്പൊന്ന് കാലിടറി. എപ്പോ വിളിക്കാറുണ്ട്? ഞാന് കൂടുതലും മൺഡേ ടു വെനസ്ഡേ ഉള്ളൊരു പ്രോഗ്രാം 3 in 1 ഉണ്ട്. മറ്റേ പെൺകുട്ടികളുള്ള ഷോ. സ്വാഭാവികം. അപ്പൊ ഇവിടെ ഒരു പെൺകുട്ടി ഇല്ലേ? അല്ല, ഇത് ഞാൻ ആ പ്രോഗ്രാമിനാണ് കൂടുതലും വിളിക്കാറുള്ളത്. അത് ശരി. എന്താ നമ്മുടെ പ്രോഗ്രാം ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അതോ എനിക്ക് നോർമലി ഈ തേഴ്സ്ഡേ ഫ്രൈഡേസിലൊക്കെ ഈവനിങ് ആയിരിക്കും ഷിഫ്റ്റ്. അപ്പൊ ഞാനിപ്പോ ലോക്കൽ ലീവിലാണ്. അപ്പൊ അങ്ങനെ ഞാൻ പ്രോഗ്രാം കണ്ടപ്പോ വിളിച്ചതാണ്. നാട്ടിലെവിടെ? ഞാൻ ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി അല്ലെ? പാട്ട് പാടുവോ? പാടാറില്ല. ചുമ്മാ ഞാൻ പാടാറില്ല. കേൾക്കാറുണ്ട്, പക്ഷെ പാടാറില്ല. ഇവിടെ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാനും അമ്മയും സിസ്റ്ററും മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ടോ അതോ നാട്ടിലാണോ അവര്? അല്ല, സിസ്റ്റർ നാട്ടിലാണ്. പുള്ളിക്കാരി മാരീഡ് ആണ്. അവര് നാട്ടിലാണ്. അമ്മ എന്റെ കൂടെ ഉണ്ട്. എന്താണ് അമ്മയുടെ പേര്? ജയ. ജയ. ഞങ്ങളെ പണ്ടൊരു ജയന്റി സ്ഥിരം വിളിക്കുമായിരുന്നു. ആന്റി അല്ലല്ലോ അല്ലേ? അല്ല, ചിലപ്പോ പറയാൻ പറ്റില്ല, അമ്മയായിരിക്കും. ആയിരിക്കും. പക്ഷെ അല്ല, ആന്റിയുടെ മോന്റെ പേര് പ്രവീൺ അല്ലേ? പ്രവീൺ, അതെ. അല്ല, അമ്മ നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ട്. അമ്മ മീൻസ് അമ്മ ഇവിടെ ദുബായിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 30+ years ആയി. ശരി, ഓക്കെ. അമ്മ സിസ്റ്റർ ആയിരുന്നു ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ. അപ്പൊ ഞാനും ജനിച്ചോ വളർന്നതൊക്കെ ഇവിടാണ്. ഓ നൈസ് നൈസ്. അതിനെത്രയായില്ലേ? എന്ത് 35 വർഷമായില്ലേ ഇവിടെ? ഞാനും 35. എനിക്ക് എത്ര ആയിട്ടുള്ളൂ. കമ്പൗണ്ടറായിട്ട് റിട്ടയർ ആയിട്ടാണ് ഇപ്പൊ ഷോ ചെയ്യുന്നത്. ഉറപ്പാണല്ലേ? സോറി, എന്താ കേട്ടില്ല? പാട്ട് പാടില്ല എന്നുള്ളത് ഉറപ്പാണോ? അല്ല, ഞാൻ പാടാറില്ല. വിവേക് മാരീഡ് അല്ല അല്ലേ? സിംഗിൾ ആണ്? അല്ല അല്ല അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കളികളൊക്കെ അറിയാലോ അല്ലേ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഓക്കെ. ഇത് ഗെസ് ദ മൂവിയാണ്. ഗെസ് ദ മൂവി, ഗെസ് ദ സോങ്. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ഗെസ് ദ മൂവിയാണ്. അതായത് കുറച്ച് ക്ലൂ പറയും. ആ ക്ലൂ വെച്ച് ഏത് മൂവിയാണ് ഞാൻ ഈ പറയുന്നതെന്ന് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. വളരെ വളരെ സിമ്പിൾ ആണ്. അറിയാവുന്നവർക്ക് വളരെ എളുപ്പമാണ്, അറിയാൻ വയ്യാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ. ക്ലൂ ഇതൊക്കെയാണ്. അതായത് ജഗദീഷ്, ഉർവശി, സുരേഷ് ഗോപി, ഫിലോമിന എന്നിവർ അഭിനയിച്ചിരിക്കുന്നതാണ്. പിന്നെ വെള്ള ഷർട്ടും പാന്റും ഇടുന്ന നിഷ്കളങ്കനായ സർക്കാർ ഉദ്യോഗസ്ഥനായ നായകൻ. വെള്ള ഷർട്ടും മുണ്ടും അല്ലേ? വെള്ള ഷർട്ടും പാന്റും ഇടുന്ന നിഷ്കളങ്കനായ സർക്കാർ ഉദ്യോഗസ്ഥനായ നായകൻ. സ്ഥലത്തെ പ്രധാന പയ്യൻസ്. ഇല്ല, അതിനകത്ത് വെള്ളയും വെള്ളയായിട്ട് പാന്റ് ഇടുന്നില്ലല്ലോ. പാന്റാണ് ഞാൻ പാന്റ് കേൾക്കണം. എല്ലാ ക്ലിയർ ആയിട്ട് കേൾക്കണം. പാന്റ് അല്ല, തിരുത്തുണ്ട്. വെള്ള ഷർട്ടും മുണ്ടുമാണ്. വെള്ള ഷർട്ടും മുണ്ടല്ല, പാന്റ് ആണ്. പാന്റാണോ? എന്താണ് മുരുകേഷ്? ഉറങ്ങി നിൽക്കുകയാണ് ഇവിടെ.
ഓക്കെ, പാന്റ് വെള്ള ഷർട്ടും. അകത്തുനിന്ന് പാന്റാണോ മുണ്ടാണോ ഇനി വേറെ വല്ലതും ആണോ? പാന്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അകത്തുനിന്ന് പറഞ്ഞു വീണ്ടും. അകത്തുനിന്ന് അത് തന്നെയാ പറഞ്ഞത്. എന്തായാലും സ്ഥലത്തെ പ്രധാന പയ്യൻസ് അല്ല. അല്ല. അപ്പൊ എന്തായാലും വേറെന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ഇല്ല, ഇത്രയേ ഉള്ളൂ ക്ലൂ. ജഗദീഷ്, ഉർവശി, സുരേഷ് ഗോപി, ഫിലോമിന എന്നിവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വെള്ള ഷർട്ടും പാന്റും ധരിച്ച നിഷ്കളങ്കനായ സർക്കാർ ഉദ്യോഗസ്ഥനാണ് നായകൻ. ആരാണ് പറഞ്ഞോളൂ. പുന്നാരം തോട്ടത്തിലെ രാജാവ്. പൊന്നാരം തോട്ടത്തിലെ പൊന്നാരം തോട്ടത്തിലെ രാജാവ്. അത്രയൊന്നും പുന്നിരിക്കണ്ട. പൊന്നാരം തോട്ടത്തിലെ രാജാവ്. ഞാൻ അങ്ങനെ ഒരു മൂവി കേട്ടിട്ട് പോലും ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരു ജഗദീഷ് നായകനായി വന്ന സിനിമ ആ കാലഘട്ടത്തിലുള്ള സിനിമയാണ്. ജഗദീഷാണ് ഇതിന്റെ നായകൻ. ഇത് ഒരുപാട് പഴയ മൂവി ആണോ? ഏതാണ്ടൊക്കെ ഒരു 90s ഒക്കെ ഉള്ള സിനിമയാണ്. സോറി, ഞാൻ പെട്ടെന്ന് എനിക്ക് വിട്ടുപോയി. താങ്കൾ അതിൽ കഴിഞ്ഞ ജനിച്ച ആൾക്കാരാ? അങ്ങനെയാണോ? അല്ലല്ലോ. അല്ലല്ല, ഞാൻ ജനിച്ചത് 85-ലാണ്. അത് ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വിവേക് ഇനി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന, ഇങ്ങനെ ഷിഫ്റ്റ് മാറി വരട്ടെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാമും കാണാൻ പറ്റട്ടെ, നമ്മളെ വിളിക്കാൻ പറ്റട്ടെ. വളരെ കാഠിന്യമേറിയ ഒരു ചോദ്യമായി പോയിട്ടാ വിവേക്. എനിക്ക് അതിൽ വിഷമമുണ്ട്. അടുത്തോടെ വിളിക്കുമ്പോൾ എളുപ്പമുള്ളത് തരാം. നോ പ്രോബ്ലം, താങ്ക് യു. അപ്പൊ ഇനിയും വിളിക്കാം. അപ്പൊ അപ്പൊ എൻജോയ് യുവർ ഹോളിഡേ. താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു. പുന്നാരം തോട്ടത്തിലെ പുന്നാരം പുന്നാരം ചൊല്ലി എനിക്കറിയാവുന്ന വെള്ളയും വെള്ളയിട്ട് ദാസേട്ടന്റെ കണക്ക് താടിയൊക്കെ വെച്ചിട്ട് വെള്ള ഷർട്ടും വെള്ള പാന്റും ഒക്കെ ഇട്ട് വന്ന് മാർക്കോസിനെ കണക്ക് പാടുന്ന ഒരാളെ എനിക്കറിയാം. ആരാണ്? മാർക്കോസ്. എനിക്ക് ചളി കേൾക്കാൻ വയ്യ. വെള്ള ഷർട്ടും വെള്ള പാന്റും എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ എനിക്ക് പുള്ളിയാണ്. പിന്നെയാണ് എം ജി ശ്രീമാർ വെള്ളയും വെള്ള ഇട്ട് തുടങ്ങിയത്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹലോ. എന്തേ വൈകി? ഞാൻ വന്നപ്പോ ലേറ്റായി. ആണോ? ഇന്ന് പഴുത്തൊരു ജോലി ഉണ്ടായിരുന്നോ? ചുമ്മാ ജോളി വീല് കയറി സമയം താമസിച്ചു അല്ലേ? സത്യം പറ. മാലിക് ഒരു പാട്ട്. മുരുകേഷിനെ പോലെ അല്ല മാലിക്. അയ്യോ, ഞാൻ ആന്റിയുടെ റിക്വസ്റ്റ് വന്ന ആന്റി എന്നിട്ട് റിജക്ട് ചെയ്താ? പാവ ആന്റി ആണ്. മാലിക രണ്ടുപേര് പാടാ. എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞൂടാ. ശരി, ചുമ്മാ പറയാം. ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് പാടാം. ഞാൻ പാട്ട് പാടാറില്ല. ഗേൾ ഫ്രണ്ട്സിനൊക്കെ ഏത് പാട്ടാ പാടി കൊടുക്കണേ? ഇന്നും കൊഞ്ചം നേരം ഇരുന്നാ ഒരു പാട്ട് ഞാൻ പാടാം. ഇന്ന് മുരുകേഷിന്റെ ടീമിലാട്ടോ മലക്. ദാരിദ്ര്യം തന്നെ പ്രിന്റഡ് പേപ്പറിലൊക്കെ എഴുതി തുടങ്ങി. മോനെ, ഗസ്റ്റ് സോങ് ആണേ. മമ്മൂട്ടി, നെടുമുടി വേണു, ഔസേപ്പച്ചൻ, ദാസേട്ടൻ പാടിയ പാട്ടാണ്. മമ്മൂട്ടി, നെടുമുടി വേണു, ഔസേപ്പച്ചൻ. ഔസേപ്പച്ചൻ, യേശുദാസ്. വായിക്കണില്ലേ? ചെവിയും കെട്ടൂടെ കണ്ണും കൊണ്ടൂടെ വല്ലതേക്കില് വന്നത് ബഹളം. ഞാൻ പറഞ്ഞത് മമ്മൂട്ടി, നെടുമുടി വേണു, ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ദാസേട്ടൻ പാടിയ പാട്ട്. ഞാൻ എങ്ങനെ ചെയ്താലും പള്ളിപ്പാട്ട് പോലെ ആകും. അയ്യോ, ഇത് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ആതിരയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതാണെന്ന് തോന്നുന്നു. സിനിമ ഏതാണെന്ന് അറിയാമോ? ഏതാണ്? ഈ പാട്ട് അറിയില്ലേ? റീസെന്റ്ലി വന്നിട്ടുണ്ട് ആ പാട്ട് ഒരു സിനിമയില്. അതാണോന്ന് അറിഞ്ഞൂടാ. രണ്ട് പാട്ടുണ്ട്. അതായത് മമ്മൂട്ടി, നെടുമുടി വേണു, ഔസേപ്പച്ചൻ, യേശുദാസ്. ഞാൻ എങ്ങനെ ചെയ്താലും പള്ളിപ്പാട്ട് പോലെ ആകും. ഏത്? അതായിരുന്നു. ഓക്കെ. നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യ സംഗീതമേ, നിന്റെ സംഗീതനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ. അതാണ് പാട്ട്. അറിയൂടായിരുന്നോ ഈ പാട്ട്? ഇല്ല, അറിയായിരുന്നു. പെട്ടെന്ന് ഓർമ്മ വന്നില്ല. സാരമില്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ്. എല്ലാ ഉത്തരം നമുക്ക് അറിയണമെന്നില്ലല്ലോ. ഇതിന്റെ അകത്തല്ല. ആന്റി പറഞ്ഞു. ആന്റി ഉണ്ടോ വീട്ടില്? ഓക്കെ. കാരണം ആന്റിക്ക് ഫോൺ കൊടുത്തുവിടായിരുന്നോ? എല്ലാം ഞാൻ ചെയ്യുന്ന പറഞ്ഞ അവിടെ മുന്നിൽ നിൽക്കുവായിരുന്നു. ഈ ഫ്രണ്ടിൽ കയറി തീപ്പരി വാസമായിട്ട് നിൽക്കുന്നതിന് കുഴപ്പം. അവർക്കൂടെ അവസരം കൊടുക്കണ്ടേ? കുഴപ്പമില്ല, ഈ അടുത്ത ആന്റിയെ കൊണ്ട് വിളിപ്പിച്ചാൽ മതി. വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. ബൈ ബൈ ബൈ.
ഈ പാട്ടിലല്ലേ മുടി മുറിക്കുന്നത്? അതേത് പടമാണോ അത്? അത് ഈ സിനിമയാണ്, ഈ പാട്ടിന്റെ ഇടയിലല്ല മുടി മുറിക്കുന്നത്. പ്രൊഡ്യൂസർ, ഹലോ, ഗുഡ് ചെവി ഈവനിങ്. കേൾക്കാൻ പറ്റുന്ന ആരെങ്കിലും എന്റെ കൂടെ നിർത്തണം please. Good evening. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ ഹലോ. ആ ടിവിയുടെ ശബ്ദം കുറയ്ക്കണം, അവിടുത്തെ ശ്രദ്ധയും മാറ്റണം. നിങ്ങൾ സസൂക്ഷ്മം ടി വി വീക്ഷിച്ചുകൊണ്ടിരുന്നാൽ കോള് കട്ടാവുന്നതാണ്. ഹലോ. ഹലോ, ആ ആരാണിത്? ഷെമി. ഷെമി, ടിവിയുടെ വോളിയം കുറയ്ക്കണം കേട്ടാ. ആ വോളിയം കുറച്ചു. ഷെമി അബുദാബിന്നാണോ വിളിക്കുന്നത്? അതെ, അബുദാബിന്ന്. അറിയാമോ ഷെമിനെ? ഇല്ല, ഞാൻ ഊഹിച്ചതാണ്. ഷെമി വിളിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ? ഇല്ല, ഫസ്റ്റ് ടൈം വിളിക്കും. ഫസ്റ്റ് ടൈം വിളിക്കാണ്. ഷെമിയുടെ എന്ത് ചെയ്യണു കോള് ഷെമി? ഞാൻ ഹൗസ് വൈഫാണ്. മറ്റേതൊരു ഷോയിൽ ഞാൻ ഷെമിയുടെ കോള് കണ്ടതുപോലെ തോന്നുന്നു. ഞാൻ അവിചാരിതമായി ഇങ്ങനെ ബ്രൗസ് ചെയ്ത് പോയപ്പോൾ ഏതൊരു ഷോ കണ്ടു. അപ്പോ വിളിച്ചിരുന്നോ ഷെമി? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ആണോ? അല്ല, വേറെ ഷോയിൽ വിളിച്ചിരുന്നോ? ഇല്ല. കണ്ടോ? വെറുതെ എന്തെങ്കിലും അടിച്ചു ആദ്യമായിട്ടാണോ വിടുകയാണ്. ഫോൺ ചെയ്യുന്നത്? ഈ ഒരു ഇച്ചിരി ഫോൺ എവിടെയോ കണ്ടിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഷെമി നാട്ടിലെവിടെയാണ്? നാട്ടില് കൊല്ലം, കൊല്ലത്തെവിടെ? കളക്ട്രേറ്റിനടുത്ത്. കളക്ടറേറ്റിനടുത്ത്. ഓക്കെ ഓക്കെ. ജംഗ്ഷൻ. കുറച്ച് പഴയത് ചോദിക്കണേ, ഒരുപാട് പുതിയത് ചോദിക്കരുത്. ഒരുപാട് പുതിയ പാട്ടുകളൊന്നും ചോദിക്കരുത്. ആ ഇല്ല ഇല്ല, പാട്ടേ പഴയത് ചോദിക്കുന്നില്ല. എങ്കിലോ? ഷെമി പാട്ട് പാടുവോ? ആ, വലുതായിട്ടൊന്നും പാടൂല. ചെറുതായിട്ട് പാടുവല്ലേ? നമുക്ക് ചെറുതായിട്ട് പാടുന്നവരെയാണ്. ആരെയും കേൾക്കത്തൊക്കെ വിധത്തിലുള്ള അല്ല, നമ്മളെ വലുതായി പാടുന്നവരെ, കച്ചേരി നടത്തുന്നവരെ ഒന്നും ഇവിടെ എന്റർടൈൻ ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആർക്കും നമ്മളൊക്കെ പാടുന്ന പോലെ പാടിയാൽ മതി. പാടിക്കൂ ഒരു പാട്ട്. അങ്ങനൊന്നും പാടൂല. ഷേ, അത് വെറുതെ. കൊല്ലംകാരുടെ മാനം കളയാതെ ആ നോക്കട്ടെ. താളം പിടിച്ച്. സന്ധ്യേ കണ്ണീരിരണ്ടേ സന്ധ്യേ സ്നേഹമായി ചേരുകയാണോ നീയും? ഇത്രയും പോരെ? നന്നായി പാടി. എന്താ പിന്നെ കുറച്ചുകൂടെ പാട് കേക്കട്ടെ. മതി പ്ലീസ്. വേറെ ഒരു ദിവസമാവാം. ആദ്യമായിട്ട് വിളിക്കുമ്പോ നമുക്കൊരു ഓക്കെ നോ പ്രോബ്ലം. നന്നായി പാടി. നല്ല എനർജി ഉണ്ടായിരുന്നു. അതെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഷെമി? കുഞ്ഞുങ്ങളുണ്ട്, 2 കുട്ടികളുണ്ട്. എന്താണ് അവരുടെയൊക്കെ പേര്? പേരൊക്കെ വേണം? വേണ്ട, എന്നെ ഓടിക്കും കുട്ടികൾ അതൊക്കെ പറഞ്ഞാല്. ആണോ? അങ്ങനല്ല ഇത് പറഞ്ഞു കൊടുക്കുന്ന പറയും. ആണോ? പ്രൈവസി കീപ്പ് ചെയ്യണം എന്ന് പറയാം അവരുടെ. ആണോ? നോ പ്രോബ്ലം. വലിയ പ്രായമൊന്നുമില്ല. ഒരാള് +2 പഠിക്കുന്നു, ഒരാള് സ്കൂളിലാണ് 8ാം ക്ലാസ്. പാട്ടും കൂടെ പാടിയ സ്ഥിതിക്ക് പിള്ളേർ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ ഇന്ന് ഷെമി എന്റെ ടീമിലാട്ടോ. പഴയതാണോ പുതിയതാണോ പേര് പറയാമോ? വേണോ? അല്ല, പറഞ്ഞാൽ അടുത്ത തവണ വിളിക്കുമ്പോ നമുക്ക് റിക്കലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇല്ല, എന്നെ മാത്രം ഓർത്താൽ മതി. ഇതൊന്നും വിളിക്കുന്നൊന്നും അവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. നോ പ്രോബ്ലം. പ്രോത്സാഹനമില്ലാത്ത കുടുംബമാണ്. അപ്പൊ ഗെസ് ദ മൂവിയാണ് കേട്ടോ, പാട്ടല്ല. ആണോ? ഓക്കെ. അപ്പൊ സുരേഷ് ഗോപി, ഗീത, നരേന്ദ്രപ്രസാദ്, വിജയകുമാർ. അനുജന്റെ മരണത്തിന്റെ പ്രതികാരം ചെയ്യുന്ന ചേട്ടൻ, ഒരു നടന്റെ ആദ്യ ചിത്രം. കറക്റ്റ്. അതെ. ഇപ്പൊ കുറച്ചു മുന്നേ ഈ ഒരു പേര്, സിനിമയുടെ പേര് ഇവിടെ ഒന്ന് പറയണ്ടായി കഴിഞ്ഞ കോളർ അല്ലേ? അതല്ല സോറി, അതല്ല. ഓക്കെ എനിക്ക് മാറിപ്പോയതാ. തലസ്ഥാനമാണോ? കറക്റ്റ്, അതന്നെ. അടിപൊളി. അപ്പൊ എന്തായാലും ഷെമി കിട്ടി, അടിപൊളി. കൺഗ്രാറ്റുലേഷൻസ്. പേര് ലക്കി ഡ്രോയിലേക്ക് പോകുന്നതാണ്. നമ്മുടെ ഷോയുടെ അവസാനം ലക്കിയാണോ ഇല്ല നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ കണ്ടിട്ടുള്ള മൂവിയാന്ന് തോന്നുന്നുണ്ട്. വിജയകുമാർ പറഞ്ഞൊരു ആക്ടറിന്റെ ഫസ്റ്റ്. അതെ അതിന്റെ ഫസ്റ്റ് മൂവിയാണ്. ഞാൻ മൂവി കാണും, എനിക്ക് ഇഷ്ടമാണ് ഫിലിംസ് കാണുന്നത്. നല്ലൊരു പാട്ട് പാടി തരണം, വിളിക്കണം, കുട്ടികളടുത്ത് നമുക്ക് സംസാരിക്കണം കേട്ടോ. താങ്ക് യു. സെയിം ഹിയർ. ബൈ. ഗുഡ് നൈറ്റ്. ബൈ. അപ്പൊ ഷെമിയാണ് വിളിച്ചത്. ഹലോ. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഗുഡ് ഈവനിങ്. ആരാണിത്? സോറി, എന്താണ് പേര്? ഷംസ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഷംസ നമ്മൾ വിളിക്കാറുണ്ടല്ലോ അല്ലേ? കൊറേ മുന്നേ വിളിക്കാറുണ്ട്. എന്തൊക്കെയുണ്ട് ഷംസ വിശേഷം? സുഖം. എന്ത് ചെയ്യുന്നു ഷംസ? മോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ സെക്കൻഡ് ഇയർ. അപ്പൊ കുഴപ്പമില്ല. സെക്കൻഡ് ഇയർ ഡിഗ്രി ആണോ? ഡിഗ്രി. നാട്ടിലാണോ ഇവിടെയാണോ പഠിക്കുന്നത്? ഇവിടെയാണല്ലേ. എന്താണ് എന്ത് സബ്ജക്റ്റ് ആണ്? സൈക്കോളജി.
സൈക്കോളജി. ഓക്കെ, സൈക്കോളജിസ്റ്റ് ആവാനാണോ ഇഷ്ടം? അല്ല, പിന്നെ ഈ സൈക്കോളജി സൈക്കോളജി പഠിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ എന്താണ് പഠിക്കുന്നത് സൈക്കോളജിയില്? സൈക്കോളജി സിലബസ് പറയുന്നത് ഒരു സൈക്കോളജിന്റെ കുറച്ച് തന്നെ പഠിക്കും. സൈക്കോളജിനെ കുറിച്ചിട്ട് തന്നെ പഠിക്കും അല്ലെ? സൈക്കോളജി പഠിച്ചിട്ട് ഇതിന്റെ അടുത്ത ഘട്ടം എന്താണ്? അടുത്ത ഇനി എന്താണ് സ്റ്റെപ്പ്? എന്താവാനാണ് ഇഷ്ടം? ഒന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചിട്ടില്ല? ആദ്യം ഇത് കഴിഞ്ഞിട്ട് അതാണ് ലക്ഷ്യം. പാട്ട് പാടുവോ? ആ, പാട്ട് പാടും. ആ, മിടുക്കി. പാടിയതാണ്. അപ്പൊ ഒന്ന് പാടിക്കോ. മാനത്തെ അമ്പിനി തെല്ലുപോലെ മാറത്തിരിക്കുന്നു കുഞ്ഞു പോവേ, അമ്മക്കിനിയൊരു താരാട്ടുപാട്ടിന്റെ കൺമണി പൂങ്കരല് വളരെ കൈവറ് തങ്ക പൂങ്കാൽ വളര് താളം പോമൈ വളര് നാളേക്കിരുന്നിതിയല്ലേ നീ, കൈ വളര് തങ്ക പൂങ്കാൽ വളര് താളം ഭൂമി വളര് നാളേക്കിരുന്നിതിയല്ലേ നീ. ഇത്ര നല്ല പാട്ടല്ലായിരുന്നു. എവിടെ ചിരിപ്പിക്കണേ? അത് ഉമ്മ ചിരിപ്പിക്കാണ്. ആള് കൊള്ളാലോ ഉമ്മ. ആ കുട്ടി ഇത്ര ധൈര്യമായിട്ട് പാടുമ്പോ അത് നല്ല ലയിച്ച് അത് ഉമ്മയെ പറ്റി പാടുന്നതാണ്. ഉമ്മയ്ക്ക് അസൂയാണ് ഉമ്മ. അയ്യോ, നല്ല ഭംഗിയായി പാടുവാണ്, നല്ല നിഷ്കളങ്കമായിട്ട് പാടി, അതാണ് പറയുന്നത്. ആക്ച്വലി ഷംസയുടെ പാട്ട് കേട്ടാലും വർത്താനം കേട്ടാലും ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. അതാണ് ഞാൻ എടുക്കലും മോളെ വിളിച്ചത് ആയിട്ട് തോന്നുള്ളൂ കേട്ടോ. അതെല്ലാരും പറയൂ. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ മോളെ. ഈ ലോകത്തെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിഷ്കളങ്കതയാണ്. അത് പോയാ പോയി. അതെ, എന്നെ പോലെ എപ്പോഴും അത് കാത്തു സൂക്ഷിക്കുന്നത് ഇത്രയും നമ്മളെ നാട്ടിൽ പറയും കുഴുത്തുരുമ്പ്. അപ്പൊ മോളെ നല്ല പാട്ടായിരുന്നു കേട്ടാ. ഈ ചിരിപ്പിച്ച ഉമ്മയുടെ പേരെന്താണ്? UAE അറിയട്ടെ. ഫൗസി. ഇനി ചിരിപ്പിക്കരുത്. പാവം കുഞ്ഞ് നന്നായി പാടിയതാണ്, മോശമായി പോയത്. ഷംസി മുരുകേഷിന്റെ ടീമിലാണ്. എന്റെ ടീമിലാണ് കേട്ടോ മോളെ. ഷംസി അല്ല, ഷംസ. ഫൗസിയാണ് അമ്മ, രണ്ടുകൂടെ മിക്സ് ചെയ്യരുത്. പാവപ്പെട്ട ഒരു പയ്യൻ ഷമല് വിളിച്ചപ്പോ അവനെ ഷംലയാക്കി കഴിഞ്ഞ കോളില്. ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മോളെ ചോദ്യം ഇതാണ്, ഗസ് ദി മൂവി. മോഹൻലാൽ, നെടുമുടി വേണു, തിലകൻ, ഇന്നസെന്റ്. മോഹൻലാൽ, നെടുമുടി വേണു, തിലകൻ, ഇന്നസെന്റ്. ഓക്കെ, ക്ലൂ ഇതാണ്. ഒരു ഇംഗ്ലീഷ് പിയാനോ ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. നല്ല പാട്ടുകളുണ്ട് സിനിമയാണ്. ഈ ഫിലിപ്പൊന്നും അല്ല മോളെ, പാട്ടൊക്കെ കുറവാട്ടോ. അതെ അതെ അതെ. മോഹൻലാൽ, നെടുമുടി വേണു, അവര് അച്ഛനും മകനായിട്ടാണ് സിനിമ. അതൊരു ക്ലൂവും കൂടെ ഞാൻ എക്സ്ട്രാ തന്നിരിക്കുകയാണ്. പിന്നെ തിലകൻ ഉണ്ട്, പിന്നെ ആരാണുള്ള? ഇന്നസെന്റ് ഉണ്ട്. ഇതിന്റെ അകത്തൊരു പിയാനോ, അതിന്റെ അകത്തൊരു പ്രധാന കഥാപാത്രമാണ് ഈ സിനിമയിൽ. ഒരു പ്രധാന മോഹൻലാൽ കുറച്ച് കണ്ണൊക്കെ അതെ അതെ അതെ, കണ്ണ് സിനിമയിൽ ഒരു പ്രധാന ഡയലോഗ് ഉണ്ട്. അത് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ലീവ് എടുക്കാൻ, ഒരു 5-6 ദിവസം ലീവ് എടുക്കും. അല്ലല്ല, മിന്നാരം അല്ല. മിന്നാരത്തിൽ തിലകനും ലാലേട്ടനും അല്ലേ അച്ഛനും മകൻ? ഓർക്കാപ്പുറത്താണ് സിനിമ. കണ്ടിട്ടുണ്ടോ സിനിമ? അന്നാ പോയി കാണണം കേട്ടോ. യൂട്യൂബിൽ എവിടെ വെച്ചാൽ കാണുക. നല്ല സിനിമയാ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും വിളിക്കാം, ഇനി പാട്ടൊക്കെ പാടിത്തരണം കേട്ടോ ഷംസ. മിന്നാരം. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ശൈലാന്റി. എന്തൊക്കെയുണ്ട് അതിന്റെ വിശേഷം? ഡിന്നറൊക്കെ ആയോ? ഇല്ലേ, ഇനിയാണ്. എന്താണ് സ്പെഷ്യല്? പുട്ട് കടലയോ? പഴം. അപ്പൊ ആന്റി ഇന്ന് എന്റെ ടീമിലാട്ടോ ആന്റി. ഗെസ് ദ സോങ് ആണ് ആന്റി. പൃഥ്വിരാജ്, രുമ കല്ലിങ്കൽ, വിജയ് യേശുദാസ്, ഷാബാസ് അമൻ.
കോളേജ് അലുമിനൈ ഗാദറിംഗ് സോങ് അതേതാണാവോ? ഓക്കെ എനിക്ക് മനസ്സിലായി. നല്ലൊരു പാട്ടാണ്. ഷഹബാസ് അമന്റെ പാട്ടുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം അദ്ദേഹം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടില്ല. പാടിയതെല്ലാം എന്നാ ഭയങ്കര മനോഹരമായ പുഴയും സന്ധ്യകളും ഓർമ്മകളിൽ നീത്തി ഓടിയെത്തുന്നു. അതാണ് പാട്ട് ആന്റി. വരി ഓർമ്മ വരുന്നില്ല. ഇതാണ് പാട്ട്. നല്ല പാട്ടാണ്. അപ്പൊ സാരമില്ല, ഇന്ന് എന്തായാലും മാലിക്കിന് നേരത്തെ പാട്ട് പാടിയതും കിട്ടിയില്ല. അല്ല ഞാൻ പറഞ്ഞു അന്നേരം ആന്റി പറഞ്ഞല്ലേ? ആന്റി പറഞ്ഞു. അതാണ് കുഴപ്പം. സാരില്ല ആന്റി. അപ്പൊ ഇനിയും വിളിക്കാം ആന്റി. ആന്റി ഒരു കുറ്റി പുട്ട്. കോമഡി നല്ല രസമാണ്. നിഷ്കളങ്കമായിട്ടുള്ള അത്ര നിഷ്കളങ്കനല്ല ആന്റി, കാണുന്ന പോലെ അല്ല. അതൊക്കെ വെറുതെ പടമാണ്. എന്നെ ഇവിടെ ദുഷ്ടനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആന്റി, പക്ഷെ നടക്കുന്നില്ല. അപ്പൊ ആന്റി ഇനി വിളിക്കണം. ഓക്കെ ബൈ. തീരെ പിടിക്കുന്നില്ലേ? ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണത്? റൂബിൾ. റൂബിൾ പണ്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടല്ലേ? അതായത് റൂബിൾ എന്നുള്ളത് പെൻനെയിം ആണ്. അല്ല, പെൻനെയിം അല്ല, തൂലിക നാമമാണ് അല്ലേ? അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കും ഓർമ്മ വരുന്നു. അതെ അതെ അതെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? മമ്മൂട്ടിയുടെ അർത്ഥം സിനിമയില് ശ്രീനിവാസന്റെ റോള് പോലെ വെളിപ്പെടുത്താൻ പാടില്ല. അർത്ഥ സിനിമയില് ശ്രീനിവാസന്റെ റോള് പോലെ മമ്മൂട്ടി ബെൻ നരേന്ദ്രനായിട്ട് അഭിനയിച്ചു. മനസ്സിലായി. അടിപൊളി പടമാണ്. പിന്നെ എന്തൊക്കെയുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു വർഷം കൊണ്ട് വന്ന മാറ്റങ്ങൾ? പുസ്തകങ്ങളൊക്കെ എഴുതിയോ? ഒരു വർഷങ്ങൾക്ക് ശേഷം നല്ല ബിസി ആയിരുന്നു. നമ്മള് കമ്പനിയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തു. അപ്പൊ അതിന്റേതായ തിരക്കുകൾ കാര്യങ്ങളുണ്ടായിരുന്നു. വേറൊരു ടീമായിട്ട് നമ്മൾ മെർജായി. അപ്പം നമ്മൾ മെഷീനറി എക്യുപ്മെന്റ് കാര്യങ്ങളെല്ലാം ഇൻക്രീസ് ചെയ്തു. സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് കൂട്ടി. അതൊക്കെ ഒരു അഡ്വാൻറ്റേജ്, ഒരു എഫേർട്ട്. വെരി ഗുഡ്. നന്നായിരിക്കും. എഴുത്തൊക്കെ എങ്ങനെ പോണു? അണ്ടർ പ്രോസസിംഗ്. ഷാർജ ബുക്ക് ഫെയറിൽ അടുത്തത് പ്രതീക്ഷിക്കാം. മേ ബി. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അല്ല, ഇവിടെയുള്ള ഒരുപാട് പേരുടെ പുസ്തകങ്ങൾ നല്ലോണം വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഇതുപോലെ നാട്ടിൽ പോയപ്പോ കരുനാഗപ്പള്ളിയിലുള്ള ചെറിയൊരു മോളിനകത്ത് ഒരു ബുക്ക് ഷോപ്പ്, ഞാൻ അവിടെ ചെന്നപ്പോ നമ്മുടെ ഇവിടെയുള്ള എഴുത്തുകാരുടെ ബുക്ക് ഫ്രണ്ടിലിരിക്കുന്നു. അതൊരു ഭയങ്കര അശ്വതിയില്ലേ? അശ്വതിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എഴുതുന്നുണ്ട്. പക്ഷെ സമയമെടുത്ത് നല്ല നീറ്റായിട്ട് സാധനം പുറത്തു വരുമ്പോഴാണ് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇറക്കി കാണിക്കുന്ന രീതിക്ക് ഇറക്കി കഴിഞ്ഞാൽ കാര്യമില്ല. അങ്ങനെ ഒരുപാട് ബുക്കുകൾ ഇപ്പോ ഷാബു ചേട്ടന്റെ അതൊക്കെ ബ്രില്യൻ, അതൊക്കെ ലെജൻസിന്റെ ആണ്. അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ഇവിടെയുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്താണ് മീരയുടെ പുസ്തകത്തിന്റെ കൂടെ അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. പ്രവാസി വലിയ മഹാരഥന്മാരുടെ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു പ്രവാസിയുടെ ജോലി കഴിഞ്ഞ് ബാക്കി ടെൻഷൻ എല്ലാം കഴിഞ്ഞ് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, പ്രചോദനമാണ് എഴുതാൻ താല്പര്യമുള്ളവർക്കൊക്കെ. എക്സാക്ട്ലി. അപ്പൊ നമുക്ക് എന്തായാലും റൂബിൾ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ, ഞാനാണ് ചോദിക്കുന്നത്. ഇതൊരു സോങ് ആണ്. ക്ലൂ ഇതൊക്കെയാണ്: പൃഥ്വിരാജ്, മീര ജാസ്മിൻ, കമൽ, മോഹൻ സിത്താരയുടെ സംഗീതം. നായികയെ വളയ്ക്കാനുള്ള നായകന്റെ ശ്രമം. സ്വപ്നക്കൂട്. അതെ, പാട്ടാണ് പറയേണ്ടത്. വളരെ ഇപ്പൊ വേണ്ട, പിന്നെ അടുത്ത പ്രാവശ്യം. ഈ പാട്ട് ആർക്ക് വേണോ പാടാം. കവിതയൊക്കെ ചൊല്ലിപ്പം, അല്ലാണ്ട് പാട്ട് അത്ര എങ്കിൽ പിന്നെ ഒരു കവിത ആവാം. അതെ, അത്ര വരി വേണം. അത് ഇഷ്ടം പോലെ പാടിക്കോ. നിന്നെ കുറിച്ചാരു പാടും ദേവി, നിന്നെ തിരഞ്ഞാരു കേഴും. നിന്നെ കുറിച്ചാരു പാടും ദേവി, നിന്നെ തിരഞ്ഞാരു കേഴും.
സ്മൃതിയിലും പുണ്യം തളിക്കുന്ന ഗംഗേ, സ്മൃതിയിലും പുണ്യം തളിക്കുന്ന ഗംഗേ, വരൾനാവ് താഴുമീ വംശതീരങ്ങളിൽ നിന്നെഞ്ചിലുറവാരു തേടും, നിന്നെഞ്ചിലുറവാരു തേടും. ഇവിടെ ഈ ചുടലയ വിഭൂതിയാക്കി തിലകമിരുനേരവും ചാർത്തി നാമം ജപിക്കുന്ന നാഭിയിൽ നാദം വിശന്ന് വിളികൂട്ടുന്ന ഞങ്ങളുണ്ട്, ഭാരതീയരുണ്ടെങ്കിലും നിന്നെ കുറിച്ചാരു പാടും, ദേവി നിന്നെ തിരഞ്ഞാരു കേഴും. സത്യത്തിനൊത്തോരു തപമില്ല പോൽ, സത്യത്തിനൊത്തോരു തപമില്ല പോൽ, ആത്മശാന്തി പോലൊരു ബന്ധുവേറില്ല പോൽ. തപമറ്റ് തുണയറ്റ് താവഴിക്കൂറച്ച്, തപമറ്റ് തുണയറ്റ് താവഴിക്കൂറച്ച്, ഹിമ പൊട്ടിയൊഴുകുന്നു മാനുഷ്യകം. പിന്നെ ശിവശൈലമേത്, ശിവജടയേത്, യാഗിയേതെന്നുയരുന്ന കൃഷിഹൃദയമേത്. ഏതോ പുരാവൃത്ത മധുരം കനിക്കുന്ന വർത്തമാനത്തിന്റെ നാക്കിലയിൽ നിന്ന് ഒരു വറ്റു തപ്പിപ്പെറുക്കി മിഴിനീർ തൊട്ട് പിതൃതർപ്പണത്തിനൊരുങ്ങവേ ഇതുപോലിനി വേണ്ട വേണ്ടെന്നു ചൊല്ലുന്നതാരി കഠിനശിലയിൽ തപം ചെയ്ത പുണ്യവാനോ. ഭ്രമണചക്രത്തിൽ നിന്നൂർന്ന ഭൂഗോളമോ, ഭ്രമണചക്രത്തിൽ നിന്നൂർന്ന ഭൂഗോളമോ. ഇത് ആരുടെ കവിതയാണ്? മധുസൂദനൻ. ഞാൻ പറയാൻ എനിക്ക് മനസ്സിൽ വന്നു. കാരണം എന്താ വെച്ചാല് ആ ഒരു ഇതുണ്ട്, നല്ല ഇതുണ്ടാവും മധുസൂദനൻ. അല്ല, ആ ഒരു ടെക്സ്ചർ ഉണ്ട് വോയിസിനെ പാടുമ്പോ. അതാണ്. എന്തായാലും നന്നായി പാടി തന്നു, ഉത്തരവും പറഞ്ഞു. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് റൂബിൾ വിളിച്ചതില്. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ, നല്ല കവിത വിളിക്കൂ, കവിതകൾ പാടി തരണം. ബുക്ക് റിലീസ് ആകട്ടെ ഈ വർഷം തന്നെ. അതെ, നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം. നിങ്ങളിൽ ഒരു ഗായകനോ ഗായികയോ ഉണ്ടോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്കും പാടാം പ്രശസ്ത പിന്നണി ഗായകർക്കൊപ്പം. നിതം കൺസൾട്ടൻസി LLC proudly presents Hit Melody Dreams powered by UBL TV. ഇതിൽ പങ്കെടുക്കാനായി യാതൊരു ഏജ് റെസ്ട്രിക്ഷൻസും ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: മലയാളത്തിലോ തമിഴിലോ 1 മിനിറ്റ് ദൈർഘ്യം വരുന്ന വിവിധ ശൈലിയിലുള്ള 2 പാട്ടുകൾ പാടിയതിനു ശേഷം നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുകയും ആ ഒരു ലിങ്ക് hello@melodydreams.a അയച്ചു തരികയും ചെയ്യുക. പാട്ട് പാടുമ്പോൾ കരോക്കെയും പാടില്ല, സൗണ്ട് എഫക്ട്സും പാടില്ല. അതൊരു റോ വീഡിയോ ആയിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്ന 5 ഗായകർക്ക് മെലഡി ഡ്രീംസിന്റെ മെഗാ ഇവന്റിൽ ഏറ്റവും പ്രശസ്തരായ പിന്നണി ഗായകർക്കൊപ്പം പാടുവാനുള്ള അവസരമാണുള്ളത്. Send your raw video links to hello@melodydreams.a. Nidam Consultancy LLC proudly presents Hit Melody Dreams powered by UBL TV. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മള് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. മുരുകേഷ് എന്തൊക്കെയോ പറയാനുണ്ട് മുരുകേഷ്? അപ്പോൾ ഇന്ന് അല്ല, ഈ 28 ജൂലൈക്കാണ് KMFയുടെ അടിച്ചു കേറി വാ മോനെ എന്ന് പറയുന്ന അതവരുടെ ടാഗ്ലൈനാണ്. ഫുട്ബോൾ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വേൾഡ് സൈഡ് സെന്ററിലാണ് ഇത് നടക്കുന്നത് 3 മണി മുതൽ. അപ്പൊ ഫുട്ബോൾ മാച്ച് മാത്രമല്ല, അല്ലാതെ തന്നെ അവരുടെ അസോസിയേഷന്റെ ഒരു ഇനോഗ്രൽ ഫംഗ്ഷൻ കൂടിയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ എല്ലാരും ഈ ഡേറ്റ് ഓർത്ത് വെക്കുക. 28 ജൂലൈ 3 PM ഓൺവേർഡ്സ്
വേൾഡ് ട്രേഡ് സെന്റർ, ദുബായ്. ഫുട്ബോൾ മാത്രമല്ല കലാപരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പോയി ആസ്വദിക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ച് വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് പോകാം. അതെ. അപ്പൊ കളി ഫുട്ബോൾ ഇഷ്ടമുള്ളവർക്ക് കളി കാണാം, അല്ലാതെ കലാപരിപാടികൾ ഇഷ്ടമുള്ളവർക്ക് അത് അങ്ങനെ കാണാം. അങ്ങനെ ഒരു ഒരു ഔട്ടിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു അവസരമാണ്, ആരും മിസ്സാക്കരുത്. അതെ. ഇപ്പൊ സമ്മർ ആകുമ്പോൾ നമുക്ക് വെളിയിലൊന്നും പോകാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഇൻഡോർ ആക്ടിവിറ്റീസിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര ചൂടും ഹ്യൂമിഡിറ്റിയാണ്. അപ്പൊ എന്തായാലും ഹീറ്റ് വേവ്സ് വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചൂട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭീകരമായിട്ടാണ് തോന്നിയത്. എനിക്കെന്നല്ല, എല്ലാവർക്കും പൊതുവെ അങ്ങനെയാണല്ലോ. ഇത്തവണത്തെ ചൂട് കൂടുതലായിരുന്നു അല്ലേ? നല്ല ചൂടുണ്ടായിരുന്നു. ഇത്രയും അധികം എന്താ പറയുന്നത്, എന്തെങ്കിലും പറയൂ, ചൂട് ഇത് ആദ്യമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇനി പക്ഷെ അത് ലോങ് ആയിരിക്കും, സമ്മർ വിൽ ബി ലോങ്ങർ ദാൻ ഇതൊന്നും പോരാ, ഇനി ഹീറ്റ് വേവും കൂടെ വരണം. അത് ഞാനല്ല പറഞ്ഞത്, കാലാവസ്ഥ നിരീക്ഷകരാണ് പറഞ്ഞത്. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണിത്? ഇത് ഇന്ദു ആണ്. ഇന്ദു കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു അല്ലേ? വിളിച്ചിരുന്നു. നമുക്ക് പാട്ടും പാടി തന്നായിരുന്നു അല്ലേ ഇന്ദു? ഇല്ല, പാട്ട് പാടി തന്നില്ല. ഈ ആഴ്ച വിളിക്കുമ്പോ പാടാന്ന് പറഞ്ഞു. അതും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തൊക്കെയുണ്ട് ഇന്ദു വിശേഷം? ഇന്ദുന്റെ മോൻ പാടുവോ? എന്തോ? മോൻ പാടുവോ? മോൻ പാടും. മോനിപ്പോ ഇവിടെ ഇല്ല. മോനോട് പോയി ജസ്റ്റ് ഒന്ന് താഴേക്ക് പോയിക്കോ. ആണോ? ഓക്കെ ഓക്കെ. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എന്തോ? മോൻ 7-ല്, മോള് 1st സ്റ്റാൻഡേർഡില്. ഓക്കെ. നാട്ടില് പോകുന്ന പ്ലാൻ ഇല്ല വെക്കേഷന്? ഇപ്പൊ പോകുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് കുട്ടികളുടെ ആക്ടിവിറ്റീസ്? കളിക്കാനൊക്കെ പോവോ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ബിൽഡിംഗില്? ഉണ്ട്, അവര് പോവും. ഓക്കെ. അപ്പൊ ഇന്ദു, ഓ, ഈ എന്താണ് ഹസ്ബൻഡ് പേരെന്തായിരുന്നു? പ്രേമ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്താണ് ഇന്ദു പാട്ട് പാടില്ല, ഉറപ്പാണോ? അതെ, പാടില്ല. പാടി കേട്ട പോലൊരു ഓർമ്മ. മൂളിപ്പാട്ട് പാടുന്നാണല്ലോ നമ്മളൊരു കിംവദന്തി കേട്ടത്. അതെ. അങ്ങനെ തീരെ പാടാത്ത ആളല്ല, പാട്ട് പാടും എന്നൊരു കിംവദന്തി നമ്മൾ കേട്ടു. ഒരു ലുങ്കി ന്യൂസ് കേട്ടത് ആരാ പറഞ്ഞത്? ഇവിടെ ഒരു ലുങ്കി ന്യൂസ് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, എന്ത് പാടുമെന്ന്. അപ്പൊ ഇന്ന് എന്തു എന്റെ ടീമിലാ ഗസ്റ്റ് മൂവിയാണ് കേട്ടോ. മൂവിയാണോ? ഓക്കെ. മമ്മൂട്ടി, ജഗദീഷ്, മുരളി തിലകൻ എന്നിവർ അഭിനയിച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കര എളുപ്പ. പ്ലേ ബോയ് ആയി സ്വയം അവകാശപ്പെടുന്ന നായിക കഥാപാത്രം. ഒരു ജോഷി ചിത്രമാണ്. അതെ, അടിപൊളി സിനിമ. മമ്മൂട്ടി, ജഗദീഷ്, മുരളി തിലകൻ. പ്ലേ ബോയ് ആയി സ്വയം അവകാശപ്പെടുന്ന നായകൻ. ഇതിന് ആക്ച്വലി 2 പ്ലേ ബോയ് ഉണ്ട്, തിലകനും പ്ലേ ബോയ്. അതെ അതെ അതെ. അയ്യോ, ഇത് എപ്പോഴും കൈരളി ടിവിയിൽ ഇത് കാണിക്കണ്ടാവും ഈ സിനിമ. അതെ, ജോഷി സാറിന്റെ ഒരു ജോണറിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഭയങ്കര രസകരമായിട്ടുള്ള സിനിമയാണ്. നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഭയങ്കര കാണാനും ഭയങ്കര സ്റ്റൈലിഷ് ആണ് ഈ മൂവിയിൽ അല്ലേ? ഓരോരോ ഹെയർ സ്റ്റൈൽ, മുടിയൊക്കെ ഇച്ചിരി പങ്ക് സ്റ്റൈലിലൊക്കെ ആക്കി. കുട്ടേട്ടനാണ് സിനിമ. കളിക്കളത്തിലും മമ്മൂക്ക ഒരേ സ്റ്റൈലാണ്. ഏകദേശം. പക്ഷെ പ്ലേ ബോയ് റോൾ ചെയ്തേക്കണത് ഇതിലാണ്. പക്ഷെ എനിക്ക് കളിക്കളം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളിക്കളം നല്ല സിനിമയാണ്. കണ്ടിട്ടില്ലേ ഈ സിനിമ? കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അയ്യോ, ഓർമ്മയില്ല. എന്നാ ഇടയ്ക്കൊന്ന് കണ്ടു. നല്ല സിനിമ. അത് കാരണം ടി വിയിൽ മിക്കപ്പോഴും കാണുന്ന കാണാം കുട്ടേട്ടൻ. അപ്പോഴൊക്കെ ഞാനിരുന്ന് കാണാറുണ്ട്. രസമാണ് കാണാൻ. അപ്പൊ എന്തായാലും ഇനിയും വിളിക്കണം കേട്ടോ ഇന്ദു. ഇനി വിളിക്കുമ്പോ ഒരു മൂളിപ്പാട്ട് പാടിത്തരണം. മൂളിപ്പാട്ടല്ല, പാട്ട്. ഈ പഴയ സിനിമകളിൽ അന്ന് നമ്മൾ കേട്ടിട്ട് മനസ്സിലാവാത്ത അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത കുറച്ച് തമാശകള് ഇപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി തോന്നും. അറിയാം, ആ തമാശകള് അവർ തമാശക്ക് വേണ്ടിയിട്ട് അങ്ങനെ മുഴപ്പിച്ച് നിൽക്കുന്ന ഇതിൽ പറഞ്ഞിട്ടില്ല. ചിലപ്പോ പുറകുന്ന ഒടുവിലുണ്ട് കൃഷ്ണനായിരിക്കും ഒരു ചെറിയ ഡയലോഗ് പറയുന്നത്. നമ്മള് ശ്രദ്ധിക്കത്തില്ല, നമ്മള് മെയിൻ മാറ്റർ ശ്രദ്ധിച്ചങ്ങ് പോകും. അതിപ്പോ കാണാനുണ്ടല്ലോ ഒരു കാര്യങ്ങള്. സിനിമ ഭയങ്കര ശ്രദ്ധിച്ചാണ് കാണുന്നത്. എന്റെ ഡയലോഗും എല്ലാം കേട്ട് ഇപ്പോഴും എനിക്ക് കാണാപ്പാടാണില്ല. അന്ന് കണ്ട സിനിമകളില് എനിക്ക് ഡയലോഗ് ഏതെങ്കിലും ഒന്ന് പറഞ്ഞ കുട്ടേട്ടല്ലേ കളിക്കാൻ? ഞാൻ പറയില്ല. ഇതാണ് ഇവളുടെ ഒരു പ്രത്യേകത. ഒരു ഉളുപ്പും ഇല്ലാതെ അങ്ങ് തള്ളിയതിനു ശേഷം പറയും ഞാൻ പറയില്ല. പറയില്ല എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയില്ല. എന്റെ അറിവ് എനിക്ക് തെളിയിക്കാൻ ഇഷ്ടമല്ല. എനിക്കറിയാം, പക്ഷെ കൊന്നാ ഞാൻ പറയില്ലെന്നല്ലേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ നമ്മൾ മഹാരാജ് എന്ന് പറയുന്ന സിനിമ കണ്ടു. മഹാരാജ് ഹിന്ദി ഞാനും കണ്ടു. പക്ഷെ അത് നടന്ന ഒരു കഥയാണെന്ന് പറഞ്ഞപ്പോ അത് ഭയങ്കര എനിക്ക് അതിശയം. പക്ഷെ അതില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് തോന്നിയത്, അതിന്റെ ഞാനൊരു റിവ്യൂ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ വായിച്ചത് മനസ്സിലായത്,
അമീർ ഖാന്റെ മകനാണല്ലോ അതിൽ നായകൻ. അതെ, ജുനൈദ് ഖാൻ. ജുനൈദ് ഖാന്റെ ഒരു ഡൾ ഡെബ്യൂ എന്നാണ് റിവ്യൂ എഴുതിയിരിക്കുന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം ഇതൊരു മുന്നോട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ഈ കരിയറിൽ ഒരുപാട് ഉയർന്നു കഴിയുമ്പോൾ എടുത്തു നോക്കുമ്പോൾ അത്രയും ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയിൽ അതും നല്ല ശക്തമായ ജീവിച്ചിരുന്ന ഒരു കഥാപാത്രത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു കാര്യം. അല്ല, ആ രാജാവായിട്ട് വരുന്ന ആളും. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? പ്രേമാണ്. പ്രേം, ഇന്ദുവിന്റെ ഹസ്ബൻഡ് പ്രേമാണോ? അതെ അതെ. ആ, പ്രേം പറയൂ. അപ്പൊ പ്രേം പാട്ട് പാടും. പാട്ട് രണ്ടുപേരെ കമോൺ. ഏത് പാട്ട്? പാട്ടൊന്നും അറിയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പാട്ട് പാട്. പാട്ടൊന്നും എന്തോ ഒരു പാട്ടുള്ള നമ്മുടെ മലയാള സിനിമയിൽ ഒരു പാട്ട് പാടാൻ ചിരിയിലുണ്ട് പാടുന്ന ആളാണെന്ന്. ഏതാണ്? ആ ചിരിയിലുണ്ടായിരുന്നു പാടുന്ന ആളാണെന്ന്. അത് ഞാൻ എന്നെ പാട്ടെന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു പോയതാണ് അറിയാതെ. മാറ്റിങ്ങലാണോ സ്ഥലം? ആറ്റിങ്ങലാണ് സ്ഥലം. ആറ്റിങ്ങൽ എവിടെയാ? ജംഗ്ഷൻ നാമം. ആ, മുരുകേഷിന്റെ സ്ഥലം അവിടെയാ. ആറ്റിങ്ങലാണ് എന്റെ സ്ഥലം. ആരെ സ്ഥലം? മുരുകേഷിന്റെ. ആറ്റിങ്ങൽ അച്ഛന്റെ സ്ഥലം കീഴാറ്റിങ്ങലായിരുന്നു. മുരുകേഷ്. അതെ, മുരുകേഷ് വിദ്യാർത്ഥി പഠിച്ചല്ലേ? അതെ. മുരുകേഷിന് എന്നെ അറിയാലോ. മുരുകേഷിന്റെ കുരുത്തക്കേടും ഒക്കെ അറിയായിരിക്കുമല്ലോ. പ്രേംചന്ദ്. അതെ. ആ, ചേട്ടന്റെ പേര്? അതെ, അനിയനാ? അനിയൻ പ്രഭാചന്ദ്. ആ, ഓക്കെ ഓക്കെ. രണ്ടിനെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഇപ്പൊ. മുരുകേഷ് ഇവിടെ കുറെ കാര്യങ്ങൾ തള്ളാറുണ്ട്. ഞാൻ സീനിയർ ആയിരുന്നു. പക്ഷെ പ്രേമനെ എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ നിന്ന് കണ്ടതിന് വെച്ചാൽ പിന്നെ കണ്ടിട്ടില്ല. എനിക്ക് ഇപ്പോഴും ആ കുഞ്ഞു മുഖമാണ് ഓർമ്മ ഉള്ളത്. മുരുകേഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും പെട്ടെന്ന് കത്തിയത്. പേരങ്ങനെ അധികം ആർക്കും ഇല്ലല്ലോ. അതെ അതെ, സത്യം. മുരുകേഷിന്റെ രണ്ടുപേരെ നല്ല ഓർമ്മയുണ്ട്. എന്റെ ജൂനിയർ ആയിരുന്നു പ്രേമ, അതിലും ജൂനിയർ ആയിരുന്നു അല്ലേ? ഒരു 1 ഇയർ സീനിയർ ജൂനിയർ. ആ, 1 ഇയർ. മണിരാജിന്റെ ഒക്കെ നിങ്ങൾ മണിരാജിന്റെ? അതെ അതെ അതെ, ഞാനും മണിരാജും ഒരേ ക്ലാസ്. രഞ്ജിത്ത്. യെസ്, രഞ്ജിത്തൊക്കെ വലിയ പുള്ളിയായി പോയി. നിങ്ങൾ ഏത് വിദ്യാധിരാജയിലാണ് പഠിച്ച? വെള്ളയമ്പലത്തുള്ള ആറ്റിങ്ങലുള്ള വിദ്യാധിരാജ. ആറ്റിങ്ങൽ വിദ്യാധിരാജയിലാണ് പഠിച്ചത്. അപ്പൊ എന്തായാലും പ്രേമേ വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ നീ എന്തായാലും രണ്ടുപേരും പാടിയിട്ട് പോയാൽ മതി. അയ്യോ മുരുകേഷ്, പാട്ട് നമുക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് അറിയാല്ല. മുരുകേഷ് പറയുന്ന മുരുകേഷിന് അറിയുന്നവർക്കൊക്കെ ഭയങ്കര കലാകാരന്മാരാണ്. അല്ല, കലാകാരനാണ്. പിന്നെ പാടിയിട്ടുണ്ട്. നാടകം അഭിനയിക്കുന്നു, അങ്ങനെ പാട്ട് പാടും. അടുത്ത തവണത്തേക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കാം. എന്നാ ശരി. അപ്പൊ മുരുകേഷിന്റെ ടീമിൽ തന്നെ ചോദിക്കാം. അതാണ് ആറ്റിങ്ങലുണ്ടെങ്കിൽ നമ്മൾ അറിയാം. അപ്പോ ഗസ്തി സോങ് ആണ്. എന്താണ് സോങ് പാട്ട് പാടാനൊരു അവസരം. ശരി. മോഹൻലാൽ, ഇത് ക്ലൂ ആണേ. മോഹൻലാലും മീന ഒക്കെ അഭിനയിച്ച സോങ് ആണ്, സിനിമയാണ്. യേശുദാസ് പാടിയ പാട്ട്, ദീപക് ദേവന്റെ സംഗീതം. ഇനി ക്ലൂ ഇതാണ്. ക്ലൂ: പിണങ്ങി നിൽക്കുന്ന കപ്പിൾസ് അവിചാരിതമായി വീണ്ടും കണ്ടുമുട്ടുമ്പോൾ. അങ്ങനെയാണ് നമ്മള്. അപ്പൊ അതൊന്ന് പാടിക്കോളൂ. പറയാതെ അറിയാതെ നീ പോയതല്ലേ, ഒരു മിണ്ടാഞ്ഞതെന്തേ. ഇത്രയല്ലോ. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. പ്രേമിന്റെ പേര് ലക്കി ഡ്രോയിലേക്ക് പോകുന്നുണ്ടോ? ഷോയുടെ അവസാനം വരെ കാണുന്ന പ്രേമേ. അച്ഛനോ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഓ ശരി ശരി. അനിയനെ അന്വേഷിച്ചെന്ന് പറഞ്ഞാല് ശരി ശരി. ഓക്കെ, ബൈ. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് എന്റെ ജീവിതത്തിലുള്ള കുഞ്ഞു മുഖമാണ്. അന്നത്തെ മുള്ള മുടിയും കുഞ്ഞു മുഖമായിട്ട്. ഇപ്പൊ വലുതായി. മോനെത്ര 7ാം പഠിക്കുന്നല്ലേ പറഞ്ഞത്? അല്ല, വലുതായി പറയേണ്ട ആവശ്യമില്ല. മുരുകേഷിനെ കണ്ടറിയില്ല. ആ കുട്ടി എന്നെ കണ്ടു കഴിഞ്ഞാല് 10-32 വയസ്സല്ലേ ഇപ്പോഴും പറയുള്ളൂ. എല്ലാരും ചോദിക്കും കല്യാണം കഴിഞ്ഞു എന്ന്. അങ്ങനെ ചോദിക്കും അല്ലേ? ഓ, അതാണ് മനസ്സിൽ. അടുത്ത കോളുണ്ട്. ഇല്ല ഇല്ലേ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, അതെ, മഹാരാജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ വില്ലനായിട്ട് വരുന്ന രാജാവായിട്ട് വരുന്ന പുള്ളി ഒരുപാട് സിനിമകളിൽ ഇതുപോലത്തെ വേഷങ്ങൾ ചെയ്ത് വന്ന മനുഷ്യനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട 1-2 ക്യാരക്ടർ സീരീസ് ചെയ്തിട്ടുണ്ട് വില്ലനായിട്ടൊക്കെ. എനിക്കൊന്ന് ആ മനുഷ്യന്റെ ഒരു എന്താണ് അതിഭാവം എന്ന് പറയാൻ പറ്റില്ല. പുള്ളിയുടെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, ഭീകരമായിരുന്നു. പുള്ളിയായി ഇരിക്കുന്നതും ചിരിക്കുന്നതും. അതിതായ ഒരു മനുഷ്യനാണല്ലോ. ആ പൊക്കവും തടിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അല്ല, പുള്ളി ഇതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള ഫിസിക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി സിനിമ. അത് ഇങ്ങനെ ആ കാലഘട്ടത്തിൽ അങ്ങനെ നടന്നു എന്നും അത് ഈ രീതിയിൽ കോർട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ അതിനൊരു പ്രതികരണം കിട്ടി എന്നൊക്കെ അറിയുന്നതിൽ വളരെ സന്തോഷം. അത് അന്നേ കർസൻദാസ് മുജ്ജി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം
ജീവിച്ചിരുന്ന മനുഷ്യനാണ്. മാത്രമല്ല ഒരു പത്രപ്രവർത്തകനുമായിരുന്നു. അത് ബാക്കിയെല്ലാം കഥകൾ കുറച്ച് അല്ലല്ല, ഇതെല്ലാം ഇത് സെയിം സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ല, കുറച്ച് സിനിമാറ്റിക്കും ഉണ്ടായിരുന്നതാണോ? Obviously അത് സിനിമാറ്റിക് ആയിരിക്കാം, പക്ഷെ ഈ ഒരു കഥ ഐ മീൻ അതിന്റെ ബേസ് അത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്ന എന്തിന് ഇപ്പോഴും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ലക്ഷ്മിയാണ്, ഷാർജയിൽ. എന്ത് പറ്റി ലക്ഷ്മി? എന്താണ് ഒരു സംശയം ലക്ഷ്മി? വിളിക്കണോ വേണ്ടത്? കോള് മാറിപ്പോയോ? അല്ല, ഈ ഒരു എക്സ്പ്രഷൻ എനിക്കൊക്കെ വന്നപ്പോഴാണെന്ന് അറിയാമോ, നമ്മൾ ഓടി റേഷൻ കടയിൽ പോകും, അപ്പൊ റേഷൻ കാർഡ് എടുക്കാൻ മറന്നു പോകും. അപ്പൊ അവിടെ ചെന്നിട്ട് റേഷൻ കടക്കാരൻ ചോദിക്കുമ്പോഴത്തേക്ക് ഇതിന് വന്നത് പിന്നെ ഞാന് മോന്റെ കൊടുക്കണോ എന്ന് ആലോചിച്ചപ്പോ പെട്ടെന്ന് കണക്ട് ആയി. മോൻ സംസാരിക്കുന്നോ ഞാൻ സംസാരിക്കണോ ചോദിക്കുന്നു. ലക്ഷ്മി സംസാരിച്ചാ മതി. അവന് ചുരണ്ടിയപ്പോഴത്തേക്കും നമ്മളെ നാട്ടുകാരിയാണല്ലോ. തിരുവനന്തപുരമാണോ? അതെ. എവിടെ തിരുവനന്തപുരത്ത്? അമ്മയുടെ വീട് നെടുമങ്ങാട്. നെടുമങ്ങാട്. ഓക്കെ. ആ ചുരണ്ടി എന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ഗൗതമിന്റെ അമ്മയാണല്ലേ? ഓക്കെ. ഗൗതം എത്ര നാളായല്ലോ വിളിച്ചിട്ട്? ഉണ്ട്, ഇവിടെ ഉണ്ട്. എന്താണ് ക്രിക്കറ്റ് കളിക്കാൻ പോയോ? വിളിച്ചിട്ട് കുറെ കാലമായി. പിന്നെ എന്താ ലക്ഷ്മി പാട്ട് പാടുവോ? പാട്ട് പാടാനോ? രണ്ടുപേരി രണ്ടോ നാലോ വരി. ഒറ്റക്കമ്പീനാദം മാത്രം മൂളും വീണാഗാനം ഞാൻ, ഏതോ രാഗം ഏതോ താളം മുഖതാവിൽ ഗാനാലാപം. നന്നായി പാടി. മതിയാ? അതൊരു ഗ്യാപ്പായിരുന്നല്ലേ? എന്തായാലും നന്നായി പാടിയേട്ടാ. പാടാൻ പറഞ്ഞപ്പോ പാടുന്നല്ലോ, അതാണ്. അപ്പൊ എന്തായാലും അടിപൊളി. എന്താണ് ഗൗതമിന്റെ വെക്കേഷൻ പ്ലാൻസ് ഒക്കെ? വെക്കേഷൻ പ്രത്യേകിച്ചൊന്നുമില്ല. അവൻ ട്യൂഷനൊക്കെ ഉണ്ട്. ഇങ്ങനെ ശരിയാണല്ലോ, അമ്മയുടെ ആഗ്രഹം മോൻ ഡോക്ടർ ആവണമെന്നല്ലേ അല്ലേ? ദൈവത്തിന്റെ ആഗ്രഹം. ഞാൻ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, നമ്മളിത് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മോൻ ഡോക്ടറായി കോട്ടൊക്കെ ഇട്ട് വന്ന് അമ്മയെ പരിശോധിക്കുന്നതായിട്ട് നമ്മള് ശരിക്കും വിഷ്വലൈസ് ചെയ്ത് കണ്ട് കുറെ പ്രാവശ്യം കാണുമ്പോൾ നടത്തി തരും എന്നാണ് പറയുന്നത് ദൈവം. ഞങ്ങളുടെ ഒപ്പീനിയൻസ് ക്ലാഷ് ചെയ്യാതിരുന്നാ മതി. കുറച്ചുകൂടെ കഴിയുമ്പോ ചിലപ്പോ അവൻ ആ ചിന്ത മാറാൻ ചാൻസ് ഉണ്ട്. അതാണ് കുട്ടികൾ. അതെ, എന്തായാലും നല്ലതായി വരട്ടെ. പുള്ളിക്ക് ഇഷ്ടമുള്ളത്, മോൻ ഇഷ്ടമുള്ളത് തന്നെ ചെയ്യട്ടെ. അല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ പറയുന്ന കാര്യം കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ലക്ഷ്മി എന്റെ ടീമിലാട്ടോ. ഗെസ് ദ മൂവിയാണ്. ശ്രീനിവാസൻ, സിദ്ദിഖ്, ശോഭന, മോനിഷ. സുഹൃത്തിന്റെ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്ന നായകൻ. തന്റെ കോളേജ് കാലഘട്ടത്തെ പ്രശ്ന സുഹൃത്തിന്റെ വധു പുറത്തു പറയുമെന്ന ഭയം. ശ്രീനിവാസൻ, സിദ്ദിഖ്. ഓക്കെ. ശ്രീനിവാസൻ, സിദ്ദിഖ്, ശോഭന, മോനിഷ. ഓക്കെ. സുഹൃത്തിന്റെ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്ന നായകൻ. തന്റെ കോളേജ് കാലഘട്ടത്തിന്റെ പ്രശ്നം സുഹൃത്തിന്റെ വധു പുറത്തു പറയുമെന്ന ഭയം. സുഹൃത്തിന്റെ വധു പുറത്തു പറയുന്ന ഭയം. കോളേജ് കാലഘട്ടത്തിൽ നടന്നൊരു കുലിസിത പ്രവൃത്തി ഈ സുഹൃത്തിന്റെ വധു പറയുമോ എന്ന ഭയം കാരണം ആ കല്യാണം മുടക്കാൻ ശ്രമിക്കുകയാണ്. അതൊന്ന് പറയാൻ പോലും സമ്മതിക്കില്ല. വായിക്കാനും അറിഞ്ഞൂടാ. എനിക്ക് വായിക്കാൻ അറിയാം. കൺഫ്യൂഷനായി പോയി. പക്ഷെ ഇതൊരു നല്ല സിനിമയായിരുന്നു കേട്ടോ. കാരണം ഇത് ശ്രീനിവാസന്റെ, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അഭിനയത്തിന്റെ അങ്ങേയറ്റം കാണാൻ വേണ്ടി, അതായത് ആ ഒരു കുരുട്ടു ബുദ്ധിയുടെ അങ്ങേയറ്റം കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു ഇത്. ശരിയാ. ഓപ്പോസിറ്റ് വീടുകളിലൊക്കെ താമസിച്ചിട്ട് അവസാനം പുള്ളി പ്രതികാരം ചെയ്യുന്നത്. അത് അവസാനം സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടി അത് അതിന്റെ മനസ്സിൽ ശോഭനയായിരുന്നു കഥാപാത്രം. അപ്പൊ പുള്ളിക്കാരുടെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. ഒരു കൊച്ചു ഭൂമി കുലുക്കം, അതാണ് സിനിമയുടെ പേര്. ഭൂമി ഒരു കൊച്ചു ഭൂമി കുലുക്കം, അതാണ് സിനിമയുടെ പേര്.
ഓക്കെ. നോ പ്രോബ്ലം അപ്പൊ ലക്ഷ്മി. അപ്പൊ കുഴപ്പമില്ല, ഇനിയും ലക്ഷ്മി. വിളിക്കാം. ഇനിയും ഗൗതമിനോട് വിളിക്കാം നമ്മുടെ അന്വേഷണം പറയാം. നന്നായിട്ട് പാടി തന്നു. അപ്പൊ ഇനിയും വിളിക്കണം. ഓക്കെ ബൈ. ഗൗതമിനോട് അന്വേഷണം പറഞ്ഞേക്കും പറയാം. ഹസ്ബൻഡിനോട്. നെക്സ്റ്റ് അറ്റംപ്റ്റ് ട്രൈ. ഹലോ ഗുഡ് ഹലോ, ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഹെന്ന. ഹെന്ന. ഹെന്ന ലാസ്റ്റ് വീക്ക് വിളിച്ചിരുന്നു അല്ലേ? വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് ഹെന്ന വിശേഷം? എങ്ങനെ പോയി ഈ ആഴ്ച? അങ്ങനെ ഭയങ്കര ചൂടായതിനെ കൊണ്ട് വരും നല്ലതായിട്ടൊന്നും പോയില്ല. നല്ലതായിട്ടൊന്നും പോയില്ലല്ലേ? എന്ത് ചെയ്തു? ചൂടത്ത് ഇറങ്ങിയോ? ചൂടത്ത് ഇറങ്ങി പോയിട്ട് എന്ത് ചെയ്തു? ലൈബ്രറി പോയി, അത്ര തന്നെ. വായനാശീലം ഉണ്ടോ ഓ, മോക്ക്? അത് ശരി. മിടുക്കി. വായിക്കൂ. എന്തൊക്കെയാണ് വായിക്കണേ? കുട്ടികളെ ലൈബ്രറിയിലാ പോയി, മോക്ക് വേണ്ടി പോയതാ. അയ്യോ, ഞാൻ ഹെന്നയെ കുട്ടിയാന്ന് വിചാരിച്ചു. ശരിക്കും ഹെന്നയുടെ ശബ്ദം കേട്ടിട്ടേ ഹെന്ന എന്താണ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, വർക്ക് ചെയ്യില്ല, ഹൗസ് വൈഫാ. ഹൗസ് വൈഫാണ്. ഓക്കെ. അപ്പൊ ഹെന്ന എന്താ കുട്ടിയുടെ പേരെന്താണ്? മെഹറീൻ. മെഹറീൻ അല്ലെ? എത്രയായി മെഹറീൻ കുട്ടിക്ക്? ബുക്സ് വായിക്കാൻ ഇഷ്ടമുണ്ടോ? ബുക്ക് വായിക്കാൻ ഇഷ്ടമല്ല, വേറെ പുറത്ത് പോകാൻ പറ്റാത്തതിനെ കൊണ്ട് അവിടെ പിന്നെ ഇൻഡോർ പ്ലേ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അങ്ങനെ പോയതാ. അങ്ങനെ പോയതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് നാട്ടിൽ പോകുന്നുണ്ടോ? തീരുമാനമായിട്ടില്ല ഇതുവരെ. തീരുമാനമായിട്ടില്ല. ഇനി വേണം തീരുമാനിച്ചു പോകാൻ. ഇനി സമയമുണ്ടല്ലോ. 1 month കൂടെ ഉണ്ടല്ലോ അല്ലേ അവധി? അല്ല, മോൻ സ്കൂളിലൊന്നും പോണില്ല, അത് കുഴപ്പമില്ല. ഇപ്പൊ എപ്പോ വേണോ പോവാലോ. ഓ, അത് ശരിയാ. അപ്പൊ ഞാനോർക്ക് സ്കൂളിൽ പോണ കുട്ടിയാന്നാ. അപ്പൊ നമുക്ക് എപ്പോ വേണേലും പോവാലോ അല്ലേ? അപ്പൊ ഹെന്ന പാട്ട് പാടുവോ? പാട്ടൊന്നും പാടൂല. എന്നെ നാട്ടിലെവിടെയാ? കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ ഓക്കെ. നിങ്ങളുടെ അവിടെ മഴ ശക്തമായി പെയ്യുണ്ടോ ഇപ്പോ? കൊറേ സ്ഥലത്ത് കോഴിക്കോട് ആ മഴക്കൊരു കുറവൊന്നും, നല്ല മഴ ഉണ്ട്. നല്ല മഴ. നല്ല മഴയുണ്ടല്ലേ? ഏത് കളർ അലർട്ടാണ് അവിടെ ഉള്ളത്? അത് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെയൊന്നും റെഡ് ആണോ ഓറഞ്ച് ആണോ യെല്ലോ ആണോ അറിയില്ല. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കണ്ടേ വീട്ടുകാരുടെ അടുത്ത്? അവിടെ അലർട്ട് വല്ലതും ഏത് ഉണ്ടോ, അലർട്ടാണ്? നിങ്ങളൊക്കെ സുരക്ഷിതരാണോ വിളിച്ച് ചോദിക്കില്ലേ? മഴ ഉണ്ടോന്ന് ചോദിക്കാം, അത്ര പക്ഷേ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ജൂലൈ ഓഗസ്റ്റിൽ മഴ ഇല്ലായിരുന്നു. പിന്നെ എപ്പോഴാ മഴ പെയ്തത്? ജൂൺ ജൂലൈയിലാണ് തകർത്തത്. ആ ഓക്കെ. ഇതിപ്പോ ജൂൺ ജൂലൈ തന്നെയാ, ഓഗസ്റ്റ് ആയിട്ടില്ല. ശരിയാണ്. ക്വസ്റ്റ്യൻ ചോദിക്കൂ. എനിക്ക് ഈ മാസങ്ങൾ ചിലപ്പോ മാറും, വേറൊന്നും മാറാറില്ല. ചില മാസം മാറൂല. ഓ, ഏത് മാസം ചോദിച്ചു? ഏപ്രിൽ. അറിയണ്ട. ഓക്കെ. ഗസ് ദ മൂവിയാണേ. ശ്രീനിവാസൻ, ജഗതി, പ്രേംകുമാർ, സുധീഷ്. കള്ളന്മാരുടെ കഥ. ചാൻസ് ചോദിച്ചൂടായിരുന്നു. എനിക്കറിയാം സിനിമ. കള്ളന്മാരുടെ കഥ. ശ്രീനിവാസൻ, ജഗതി, പ്രേംകുമാർ, സുധീഷ്. അതായത് കള്ളനാവാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ് ശ്രീനിവാസന്റെ എന്ന് തോന്നുന്നല്ലേ? അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. എന്നയുടെ പേര് ലക്കി ഡ്രോയിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം സമ്മാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇനിയും വിളിക്കാം. വിളിക്കണം കേട്ടാ. ഓ, വിളിക്കാം. ബൈ. ബൈ.